നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്ര ഇറാനിൽ നടക്കുമ്പോൾ അവിടെ യുഎസിന്റെ ബോംബ് മഴ കൂടി മറുസൈഡിൽ നടക്കുന്നു. 80 സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ ഒരു ഇടവേള എടുക്കുന്നു എന്ന് പറഞ്ഞ അമേരിക്കയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ വമ്പൻ വ്യോമാക്രമണം നടക്കുന്നത്. വമ്പിച്ച പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ച് 80ഓളം സൈനിക കേന്ദ്രങ്ങളാണ് US സൈന്യം ഒറ്റയടിക്ക് തകർത്തിരിക്കുന്നത്. 10 ദിവസം മുമ്പ് നടന്ന ആക്രമണത്തേക്കാൾ 4-5 ഇരട്ടി പ്രഹരശേഷിയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമയത്താണ് അമേരിക്ക കടുത്ത സൈനിക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന് താൽക്കാലികമായി നൽകിയിരുന്ന എണ്ണ ഉപരോധ ഇളവുകളും അമേരിക്ക പിൻവലിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് US സെൻട്രൽ കമാൻഡ് ഈ മിന്നലാക്രമണം നടത്തിയത്. 80-ലധികം ലക്ഷ്യങ്ങളിൽ കൃത്യമായി ബോംബാക്രമണം നടത്തിയെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലകൾ, തീരദേശ റഡാർ സൈറ്റുകൾ, മിസൈൽ ശേഷി, കൂടാതെ ഇറാനിയൻ സൈന്യത്തിന്റെ 60ഓളം ചെറിയ ബോട്ടുകൾ എന്നിവയെ ലക്ഷ്യമിട്ടെന്നും US സേന അറിയിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ താവളങ്ങൾ, തീരദേശ റഡാറുകൾ, ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ കേന്ദ്രങ്ങൾ, ഡ്രോൺ വിക്ഷേപണ താവളങ്ങൾ എന്നിവയ്ക്ക് പുറമെ റവല്യൂഷണറി ഗാർഡിന്റെ 60ഓളം ചെറിയ പട്രോളിംഗ് ബോട്ടുകളും തകർത്തതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൈനിക നീക്കത്തിന് അനുമതി നൽകിയത്. വ്യോമാക്രമണം മണിക്കൂറുകളോളം നീണ്ടുനിന്നതായും തെക്കൻ ഇറാന്റെ തീരദേശ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിറിക്, ഗ്വഷേം ദ്വീപ് എന്നിവിടങ്ങളിലും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക നടത്തിയത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിന് അതിശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്നാണ് ഇറാൻ സൈനിക വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ വിദേശ ശക്തികളുടെ ഒരു ഇടപെടലും അനുവദിക്കില്ലെന്നും ഇറാൻ ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ നിർദ്ദേശിക്കുന്ന സുരക്ഷിത പാതയിലൂടെ മാത്രമേ അന്താരാഷ്ട്ര കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്നും സൈന്യം ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒപ്പുവെച്ചതായ ധാരണാപത്രത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കറും പ്രധാന ചർച്ചാകാരനുമായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് കുറ്റപ്പെടുത്തി. ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഇറാനിലെ നജാഫിലായിരുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ യാത്ര പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് ടെഹ്റാനിലേക്ക് മടങ്ങി. ഖമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും ഭൗതിക ശരീരങ്ങൾ നജാഫിൽ നിന്നും കർബല വഴി ജൂലൈ 9 ഇറാനിലെ മഷ്ഹദിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. എന്നാൽ ഖമേനിയുടെ മരണശേഷം പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മകൻ അയത്തുള്ള മൊജ്തബ ഖമേനി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരിയിൽ അച്ഛൻ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മൊജ്തബയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇനി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ താനും കൊല്ലപ്പെടുമെന്നുള്ള ഒരു ഭയമാണ്, അല്ലെങ്കിൽ ആ ഒരു സുരക്ഷയാണ് ഇപ്പോൾ ഇറാൻ പുതിയ പരമോന്നത നേതാവിനെ നൽകുന്നത്. അതേസമയം തന്നെ ഇറാനും തിരിച്ചടി തുടരുന്നുണ്ട്. US ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ഇറാന്റെ പ്രത്യാക്രമണം നടക്കുന്നുണ്ട്. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് അറിയിച്ചു. നിലവിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുതാപരമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ നേരിടുകയാണ്. സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണങ്ങളെ തടയുന്നതിന്റെ ഫലമായിട്ടാണ്. ബന്ധപ്പെട്ട അധികാരികൾ പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് കുവൈറ്റ് സൈനിക ജനറൽ സ്റ്റാഫ് അറിയിച്ചിരിക്കുന്നത്.
ടെഹ്റാനിൽ നടന്ന അയത്തുള്ള അലി ഖമനിയുടെ ശവസംസ്കാര ചടങ്ങിൽ നിരവധി രാജ്യത്തു നിന്നുള്ള പ്രതിനിധികൾ എത്തുന്നുണ്ട്. ഇതിനിടയിലാണ് അവിടെ ഇത്തരത്തിലൊരു ബോംബാക്രമണം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും ഇറാൻ ഇന്ത്യയോട് നന്ദി പറയുകയും ചെയ്തിരുന്നു. 2 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 13 രാജ്യങ്ങളെങ്കിലും US സമ്മർദ്ദം മൂലം ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഉടനീളം പങ്കെടുത്തതിനാണ് ഇറാൻ നന്ദി പറഞ്ഞത്. ടെഹ്റാനിലേക്ക് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കുന്നതിൽ നിന്ന് രാജ്യങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചുവെന്ന് പറയപ്പെടുമ്പോഴാണ് ഇന്ത്യ അതിനെ മറികടന്ന് സ്വന്തം പ്രതിനിധി സംഘത്തെ അയച്ചത്. ടെഹ്റാനിൽ നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് 5 അറബ് സർക്കാരുകളെയെങ്കിലും നേരിട്ട് ബന്ധപ്പെട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നെന്ന് ഇറാന്റെ ഔദ്യോഗിക ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിനെ ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ ജനങ്ങൾക്കും നന്ദി പറയുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലമായ ബന്ധത്തിന്റെ പുനഃസ്ഥാപനമായി ന്യൂഡൽഹിയുടെ സാന്നിധ്യത്തെ ഇറാൻ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമമായ എക്സിലാണ് പങ്കുവച്ച പോസ്റ്റിലൂടെ ഇത് വ്യക്തമാക്കിയത്.